ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വീട്ടിലുള്ള പഴയ മാക്സികളൊന്നും ഇനി കളയണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ വരുമാനങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. നമുക്കൊരു ഫോണിൽ നെറ്റ് കയറ്റാനോ അതിനൊക്കെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നീളത്തിലുള്ളൊരു 15 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, 5 ഇഞ്ച് വീതിയുള്ളൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലത്തെ ഒരു 6 കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കളറായിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 കളറും 6 ഇഞ്ച് കഷ്ണമാണ്. രണ്ടും കൂട്ടി അടിച്ചു കൊടുക്കുക. ശേഷം അതിനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം കേട്ടോ. എത്ര പീസാണ് എടുത്തിട്ടുള്ളത് ആ പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വീഡിയോയിൽ കണ്ടതുപോലെ മറിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. അങ്ങനെ എല്ലാ പീസും തയ്ച്ചെടുത്തു. അവസാനത്തെ 2 പീസും കൂടിയും തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഭംഗിയുണ്ടോ? ഇനിയും ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. വലിയ പീസ് ചെയ്തതുപോലെ തന്നെ ചെറിയ പീസും നീളവും വീതിയും കുറച്ചിട്ട് ചെറിയ പീസ് ചെയ്തെടുക്കുക. ശേഷം ഓരോന്നും മറ്റേ വലിയ പീസ് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ തയ്ച്ചെടുത്തു. ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി ഇത് നമ്മൾ അതിൻ്റെ നടുവിലാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി വേണ്ടത് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനുള്ള തുണിയാണ്. ഞാൻ നല്ല കോട്ടൻ്റെ 3 തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. മുകളിലത്തെ തുണി കട്ടി കുറവായതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള തുണി നോക്കിയിട്ട് തന്നെ 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ മറ്റേൻ്റെ ആകൃതി പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ തയ്ച്ചെടുത്ത് അതിനെ മറിച്ചെടുക്കാം കേട്ടോ. ശേഷം നമ്മൾ മെയിൻ പീസ് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗം തയ്ച്ചെടുക്കാം കേട്ടോ. ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ചവിട്ടി ആയതുകൊണ്ട് അത് നമ്മൾ അലക്കുമ്പോഴൊക്കെ അതുപോലെ നമ്മൾ നിലത്തിട്ട് ചവിട്ടാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്തെടുത്ത ചെറിയ ഡിസൈനാക്കി എടുത്തിട്ടില്ലേ, അതിൻ്റെ നടുവിൽ വെച്ച് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തയ്ച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അളവെടുത്തിട്ട് ആ ഒരു അളവിൽ വട്ടത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തു.
അത് 2 പീസ് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ അതിനെ തയ്ച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു ക്രോസ് പീസ് വെച്ച് അടിക്കുക, അതല്ലെങ്കിൽ മടക്കി അടിക്കുക എന്നൊന്നും ആവശ്യമില്ല. വട്ടത്തിലുള്ള കഷ്ണമായതുകൊണ്ട് മടക്കി അടിക്കാനൊക്കെ ബുദ്ധിമുട്ടേക്കാരം അതിൻ്റെ വക്ക്. അതുകൊണ്ട് ഇങ്ങനെ 2 എടുത്തിട്ട് മറിച്ചെടുത്താൽ ഒരു വൃത്തിക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ നടുവിൽ വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.